നമുക്ക് ലിപ് ലൈനർ കൊണ്ട് ലിപ്സ്റ്റിക്ക് എങ്ങനെയാണ് കറക്റ്റിന് ഇടുന്നതെന്നൊന്ന് നോക്കാമേ. അതായത് ഇതുപോലെ വാസ്ലിൻ ആയാലും മതി, ഇല്ല നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ലിപ് ബാം ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. അപ്പോൾ ആദ്യം ഞാൻ ഈ ലിപ്സിലിരിക്കുന്നത് ഒന്ന് തുടച്ച് കളയാം. ഈ വാസ്ലിൻ നിന്ന് ശകലം എടുത്തിട്ട് ഒന്ന് ലിപ്സിലോട്ട് പുരട്ടി കൊടുത്തു. ഇതിപ്പോൾ മാസിൻ്റെ ഒരു ലിപ് ലൈനർ പെൻസിലാണ്, എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറഞ്ഞ ഇതാണ്. ഇത് വെച്ച് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊന്ന് നമുക്ക് ക്ലോസപ്പിൽ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നിന്ന് ഒരു മാർക്ക് കൊടുക്കുക. കണ്ണാടി മാറ്റട്ടെ. കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടെയും കൊടുക്കുക. ഓക്കെ, അതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ഇങ്ങനെ കൊടുത്താലും നമ്മൾ ഈ എൻഡിൽ നിന്ന് മേലോട്ട് തന്നെ വരയ്ക്കണം. അപ്പോഴ് കുറച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ചും താഴ്ന്ന പോലെ തോന്നും. അപ്പോൾ അത് കാരണം നമ്മൾ ഇവിടെ നിന്നും കൂടി ഇങ്ങനെ വരയ്ക്കുക. കംപ്ലീറ്റ് ആയിട്ട് ലിപ്സിൽ ലിപ് ലൈനർ കൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്യുക. കണ്ടോ? നിങ്ങൾക്ക് ലിപ്സ്റ്റിക്ക് ഇല്ലയെന്ന് വിചാരിച്ച് പ്രശ്നമില്ല. കുറച്ച് കൂടുതൽ നേരം ലിപ്സ്റ്റിക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഒന്നാക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കുറച്ച് ഡ്രൈ ആവും. വീണ്ടും ഇത് വെച്ച് ഒന്ന് ലിപ്സ്റ്റിക്ക് ഇടും പോലെ ഇടുക. വീണ്ടും ഇതിലോട്ട് ടിഷ്യൂ പേപ്പറിൽ ഒന്ന് അമർത്തിയതിന് ശേഷം ഇപ്പം നിങ്ങളുടെ കയ്യിൽ വേറെ ലിപ്സ്റ്റിക് ഉണ്ട് എങ്കിൽ അത് വെച്ചും ചെയ്യാം. ഇല്ല, നിങ്ങളുടെ കയ്യിൽ ആകെ ഈ ഒരു പെൻസിലേ ഉള്ളുവെങ്കിലും ഇത് വെച്ചും നന്നായിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇങ്ങനെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിടുമ്പോൾ നമ്മുടെ ചുണ്ടിലുള്ള ലിപ്സ്റ്റിക്ക് അതുപോലെ ഇരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. കണ്ടോ? ഒരു ഗ്ലേസിങ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലിപ് ഗ്ലോസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് മേളിൽ കുറച്ചൊന്ന് കൊടുക്കാം. പക്ഷേ ലിപ് ഗ്ലോസ് ഇടുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലിപ്സ്റ്റിക്ക് പെട്ടെന്ന് പോകും. നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കണം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് കുറച്ച് കെയർഫുൾ അല്ല എങ്കിലും നമുക്ക് ലിപ്സ്റ്റിക്ക് അതുപോലെ നമ്മൾ ആഹാരം കഴിച്ചാലും നമ്മൾ ചുണ്ടിലൊന്നും തട്ടാതിരുന്നാൽ അങ്ങനെ തന്നെ കിടന്നോളും. ഇതിപ്പോൾ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് ഞാൻ കുറച്ച് കയ്യിലെടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്യത്തേ ഉള്ളൂ, അല്ല എങ്കിൽ അത് ഒത്തിരി ആയിപ്പോവും. അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു ഗ്ലേസിങ് കിട്ടും. ഇങ്ങനെയും ട്രൈ ചെയ്യാം.